ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മിനൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന മയോണൈസിൻ്റെ അഥവാ വൈറ്റ് സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. അധികം സമയം എടുക്കില്ല, വളരെ കുറഞ്ഞ സമയം ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എഗ്ഗ് 3 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി, സൺഫ്ലവർ ഓയിൽ 1 കപ്പ്, നാരങ്ങാ നീര് 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മുട്ടയുടെ മഞ്ഞ പെട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മുട്ടയുടെ വെള്ള മാത്രം വെച്ചിട്ടാണ്. മുട്ടയുടെ മഞ്ഞ വെച്ചിട്ട് ഒന്നിച്ച് വെക്കിയിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്, അത് കഴിഞ്ഞ് 1.5 ടീസ്പൂൺ നാരങ്ങാ നീര്, അല്ലെങ്കിൽ നാരങ്ങാ നീര് ഇപ്പം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിനാഗിരി ആയാലും കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ടും ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ ഇതുപോലെ പൾസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. 1-2 സെക്കൻഡ് അടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും തന്നെ ഇത് മിക്സായി വരുന്നതാണ്. ഇതാ കണ്ടോ, ഇതുപോലെ ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടിച്ച് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ ഇതാ പൾസിലിട്ടാണ് ഞാനിപ്പോൾ അടിച്ചിട്ടുള്ളത്. ഇതാ ഇപ്പോൾ നമ്മളുടെ മയോണൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ തിക്നെസ് കണ്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 3/4 കപ്പ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് എണ്ണ ആദ്യം ഒഴിക്കുമ്പോൾ ഒന്നിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പെട്ടെന്നൊന്നും കേടുവരില്ല. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സൊക്കെ എന്നെ അറിയിക്കാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.